ശരിയത്ത് കോടതികളുടെ പാശ്ചാത്യ തലസ്ഥാനമായി ബ്രിട്ടൻ രൂപം മാറുന്നതായി മുന്നറിയിപ്പ്. രാജ്യത്ത് 85 ശരിയത്ത് കോടതികൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയതോടെയാണിത്. ഈ മതസ്ഥാപനങ്ങൾ കടുത്ത സ്വാധീനം ചെലുത്താൻ തുടങ്ങിയതോടെ യൂറോപ്പിലെയും നോർത്ത് അമേരിക്കയിലെയും മുസ്ലിങ്ങൾ വിവാഹ കുടുംബകാര്യങ്ങളിൽ വിധി തേടി ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുന്നതാണ് സ്ഥിതി. രാജ്യത്ത് മറ്റൊരു നിയമവ്യവസ്ഥ രൂപമെടുക്കുന്നതിൽ നാഷണൽ സെക്യുലർ സൊസൈറ്റി ആശങ്ക രേഖപ്പെടുത്തുന്നതായി ടൈംസ് റിപ്പോർട്ട് ചെയ്തു. 1982 UK-യിൽ ആദ്യമായി ശരിയത്ത് കൗൺസിൽ സ്ഥാപിക്കുന്നത്. നിക്കാഹ്, മുത്തലാഖ് പോലുള്ള സ്ത്രീവിരുദ്ധ നിലപാടുകളും ഈ മതകോടതികൾ നടപ്പിലാക്കി നൽകുന്നു. ഗ്രേറ്റ് ബ്രിട്ടൻ, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിലെ ഇസ്ലാമിക് ശരിയത്ത് കൗൺസിൽ ഈസ്റ്റ് ലണ്ടനിലെ ലെസ്റ്ററിലാണ് പ്രവർത്തിക്കുന്നത്. ഇവർ വിവാഹം, തലാഖ്, വിവാഹമോചന നടപടിക്രമങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നുണ്ട്. 4 ഭാര്യമാർ വരെ പുരുഷന്മാർക്ക് ആകാമെന്നാണ് ശരിയത്ത് കോടതികൾ അംഗീകരിച്ചിട്ടുള്ള നയമെന്നും ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്ലാമിക പണ്ഡിതന്മാർ നടത്തുന്ന ശരിയത്ത് കോടതികൾ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. കണക്കുകൾ പ്രകാരം ബ്രിട്ടനിൽ 1 ലക്ഷത്തിലേറെ ഇസ്ലാമിക വിവാഹങ്ങൾ എപ്പോഴും ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതേസമയം രാജ്യത്ത് സമാന്തര നിയമവ്യവസ്ഥ പ്രവർത്തിക്കുന്നത് ആശങ്കാജനകമാണെന്ന് നാഷണൽ സെക്യുലർ സൊസൈറ്റി ചൂണ്ടിക്കാണിച്ചു. മുസ്ലിം സ്ത്രീകളും കുട്ടികളുമാണ് ഈ നിയമങ്ങളിൽ പ്രധാനമായി അവകാശം ഹനിക്കപ്പെടുന്നത് എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.